നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മൾ അടിച്ചു കയറ്റുന്നുണ്ട്. അതിലൊന്നാണ് വൈറ്റ് പോയിസൺ എന്നറിയപ്പെടുന്ന ഷുഗർ, അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പ്രേമികളാണ് അല്ലെങ്കിൽ മധുര പ്രേമികളാണ് ഒട്ടുമിക്ക ആളുകളും. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അധികം ആളുകളുടെയും പ്രിഫറൻസ് മധുരമായിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മധുരം, വെറുതെ ഇരിക്കുമ്പോൾ മധുരം, ടെൻഷൻ അടിക്കുമ്പോൾ മധുരം, ബോറടിക്കുമ്പോൾ മധുരം, ഇങ്ങനെ എല്ലായ്പ്പോഴും മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളെ ചോക്ലേറ്റ്, ലഡ്ഡു, ജിലേബി, അങ്ങനെ പല 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 സാധനങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്നത്. ചായ, കാപ്പി, ഇതിലെല്ലാം ഉള്ളത് മധുരമാണ്. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ മധുരം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ വിഷടങ്ങിയിട്ടുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ എങ്കിൽ കൂടെ നമ്മൾ വീണ്ടും 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 അത് കഴിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും അറിയുമെങ്കിൽ ഒന്നുകൂടെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം തടി ഭയങ്കരമായിട്ട് കൂടും. തടി കുറക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാവരും. അതല്ല നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കുന്ന ആളുകളാണ്. പണ്ടത്തെ പോലെയൊന്നല്ല ഇപ്പോൾ ഭാരിച്ച ജോലികളും കാര്യങ്ങളൊന്നുമില്ല. AC ഇട്ട റൂമിനകത്ത് പൈപ്പ് തുറന്നാൽ വെള്ളം വരുന്ന, അതുപോലെ തന്നെ എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ വഴി വെള്ളം പൈപ്പിലൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ. അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അധ്വാനം വളരെ കുറവാണ്. അപ്പോൾ ഈ അധ്വാനമില്ലാത്ത രീതിയിൽ നമ്മളിരുന്നിങ്ങനെ മധുരം അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലോറി ഇൻടേക്ക് ഭയങ്കരമായിട്ട് കൂടുകയാണ്. കലോറി ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യന് 2000 കലോറിയാണ് സ്ത്രീകൾക്ക്, 2500 കലോറി പുരുഷന്മാർക്കും. അതിൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗറിനകത്ത് തന്നെ 100-ലധികം കലോറി ഉണ്ട്. അപ്പം നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ചായയുടെ കലോറി, അതുപോലെ തന്നെ മധുരത്തിൻ്റെ കലോറി, പാലിൻ്റെ കലോറി, അങ്ങനെ ഏകദേശം 100-200 കലോറിയൊക്കെയാണ് ഒരു ഗ്ലാസ് ചായയിൽ വരുന്നത്. ചിലപ്പോൾ അത് 150 ആകാം, 200 ആകാം. ഓരോ ആളുകളുടെ കടുപ്പത്തിനും സ്വാദിനൊക്കെ അനുസരിച്ച് അത് 500 കലോറി വരെ വരും. ഓക്കെ, അപ്പോൾ അമിതമായിട്ടുള്ള നമ്മുടെ തടി, പൊണ്ണത്തടി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അതായത് ഭയങ്കര ടെൻഷൻ, സ്ട്രെസ്സ്, പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, തടി വീർത്ത് വരിക, ഇങ്ങനെ കുറേ അസുഖങ്ങൾ ഈ ഷുഗർ ഇൻടേക്ക് കാരണം വരുന്നുണ്ട്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് 2 ബെനിഫിറ്റാണ്. ഷുഗർ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന 2 ബെനിഫിറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 ബെനിഫിറ്റ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തടി നന്നായിട്ട് കുറയും. നമ്മളെ ശരീരം, മധുരപ്രേമികളായിട്ടുള്ള ആളുകൾ, തടിയുള്ള ഒട്ടുമിക്ക ആളുകളോടും ചോദിച്ചാൽ മതി നിങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? അവർ പറയും മധുരം, ചോക്ലേറ്റ്, അതുപോലെ തന്നെ പെപ്സി, കൊക്കക്കോള, പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അവരോടും ചോദിച്ചാൽ മതി, അവർ പറയും അവർക്ക് മധുരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മധുരം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10% നമ്മുടെ തടി കുറയും. ഒരു മാസത്തിനകത്ത് തന്നെ ഏകദേശം 10% തടി കുറയും. നമ്മൾ ഈ ഒരു എന്താ പറയുക, മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന ഗുണങ്ങൾ ചില്ലറൊന്നുമല്ല. ഒന്നാമത്തേത് തടി കുറയും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും യങ് ആയിട്ടിരിക്കും. നമ്മൾ ഈ അമിതമായ മധുരം കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് സാഗാവും, സ്കിന്ന് തൂങ്ങും, അതുപോലെ തന്നെ കരിവാളിപ്പ് വരും, സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും, അതുപോലെ കുരുകൾ പൊങ്ങും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഷുഗർ അമിതമായി കഴിക്കുന്നത് കാരണം വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, നമുക്ക് എന്താ പറയുക, കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്കിൻ എപ്പോഴും ഹെൽത്തി ആക്കിയിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. നല്ല സൗന്ദര്യം ആരാണ് ആഗ്രഹിക്കാത്തത്? നല്ല വണ്ണം കുറഞ്ഞ് നല്ല അടിപൊളി സ്കിന്ന്, ഗ്ലോയിങ് സ്കിന്നായിട്ട് നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മധുരം പാടെ ഒഴിവാക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഡയബറ്റിസ് എന്നുള്ളത്. നമ്മൾ മലയാളത്തിൽ ഷുഗർ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ വിളിക്കൂലേ, ഷുഗർ കൂടുതലാണ്, പ്രഷർ കൂടുതലാണെന്നൊക്കെ പറയും. അതിൽ ഷുഗർ എന്ന് പറഞ്ഞ വില്ലൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അമിതമായി നമ്മൾ മധുരം കഴിക്കുന്നതിലൂടെയാണ്. വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ടാണെങ്കിലും അമിതമായി നമ്മൾ മധുരം കഴിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രോപ്പർ ആക്കാനും നമ്മൾ മധുരം കുറക്കുന്നത് പ്രകാരം നമുക്ക് സഹായിക്കുന്നു. അതുപോലെ തന്നെ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ മധുരം എന്തിനാ വെറുതെ അടിച്ചു കയറ്റി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ കളയുന്നത് എന്തിനാ? നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട്, യങ് ആയിട്ട്, മുടിയൊക്കെ നല്ല തഴച്ച് വളർന്ന, സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒഴിവാക്കേണ്ട ഒന്നാണ് മധുരം. അപ്പോൾ മധുരത്തിനോട് നോ പറയുക. മധുരം കഴിക്കാൻ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ വെള്ളം അങ്ങനെ എടുത്ത് കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് മധുരം അമിതമായി കഴിക്കാനുള്ള താല്പര്യങ്ങൾ കുറയും. പിന്നെ മധുരത്തിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, മധുരം അമിതമായി കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഇല്ലേ, ഈത്തപ്പഴമൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചോക്ലേറ്റ് അത്രയും കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക. അതല്ലാണ്ട് മറ്റ് സാധാരണ നമ്മളെ ഡയറി മിൽക്ക്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് വേറെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ
എന്താണ് കുറേ നട്ട്സൊക്കെ വരുന്ന ചോക്ലേറ്റ് ഇല്ലേ, അതിൻ്റെ പേരെന്താ, ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്, ഓർമ്മ കിട്ടുന്നില്ല, നമുക്കൊരു ആവശ്യമുള്ള സമയത്ത് അത് ഓർമ്മ കിട്ടില്ല. പിന്നെ ഡയറി മിൽക്ക്, അതുപോലെ തന്നെ ബ്യൂനോ, ഇതുപോലെയുള്ള ചോക്ലേറ്റ്, റോഷർ ഫെറാറി, ഇത് സംഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പകരം ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ട്, കൊതി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക. ഡാർക്ക് ചോക്ലേറ്റ് കുറേ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. പിന്നെ ഡേറ്റ്സ് കഴിക്കുക, പിന്നെ അതുപോലെ തന്നെ വാട്ടർമെലോണൊക്കെ കലോറി ഭയങ്കര കുറവാണ്. അപ്പോൾ വാട്ടർമെലൺ കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് മധുരത്തിനോടുള്ള ക്രേവിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ മധുരം കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് അല്ലാണ്ട് തോന്നൂല. ഇത് വളരെ സത്യം കേട്ടോ. മധുരം കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് അധികം തോന്നൂല എന്നുള്ളത് വളരെ കറക്റ്റാണ്. വിശപ്പ് തോന്നൂല, അതുപോലെ തന്നെ മധുരം ഓവറായിട്ട് കഴിക്കാനും തോന്നൂല. വിശപ്പും തോന്നൂല, മധുരം ഓവറായിട്ട് കഴിക്കാൻ തോന്നില്ല പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെ തടി കുറഞ്ഞ് കിട്ടൂലേ. അപ്പോൾ വളരെ കറക്റ്റാണ്. നമ്മളൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ തടി കുറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്കിത് ഒഴിവാക്കിക്കൂടാ അല്ലേ? ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് സേ നോ ടു ഷുഗർ എന്ന് പറയാം. ഇനി ഇൻ കേസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിലും വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം കഴിക്കുക. ഒരു കാര്യം കൂടെ, ചായ നന്നായിട്ട് കുടിച്ച് ശീലമുള്ള ആളുകളായിരിക്കും നമ്മൾ മലയാളികളായ ഒട്ടുമിക്ക ആളുകൾക്ക്. രാവിലെ ചായ, വൈകുന്നേരം ചായ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പം ചായ നന്നായിട്ട് കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ചായയിലിടുന്ന പഞ്ചസാരയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാം. പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് കുടിക്കാം. പിന്നെ ക്വാണ്ടിറ്റി കുറക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് ചായ എന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് ചായ അതിലേക്ക് പഞ്ചസാരൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കുടിക്കുക. പിന്നെ അത് അടുത്ത പ്രാവശ്യം ആകുമ്പോൾ അരക്കപ്പ് ചായ ആക്കുക. പഞ്ചസാര കുറച്ച് കൊണ്ടുവരാം. ഇങ്ങനെ പഞ്ചസാര കുറച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെൽത്ത് നല്ല അടിപൊളിയാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, ഷുഗർ നമ്മൾ ഒരു നോർമൽ രീതിയിൽ പഞ്ചസാര ഇടുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് മധുരമായിട്ട് തോന്നും. നമ്മൾ എന്ത് ചെയ്യും, മധുരം പാടെ നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ പ്രയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ ആയിട്ട് മധുരം പാടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക. അതിന് പകരമുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ നോക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ഷുഗർ ഒഴിവാക്കാം. ആൻഡ് വി ക്യാൻ ബി ഹെൽത്തി. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ചുറുചുറുക്കോട് കൂടെ യുവത്വം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ദ കമൻറ്റ് സെക്ഷൻ ഇസ് ഓപ്പൺ. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.